ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 247. കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന 4 ലേഖനങ്ങളും എഴുതി പൂർത്തിയാക്കി തിഹിക്കോസും ഒനസിമോസും കൊണ്ടുപോയി സഭകളിലെത്തിച്ച ശേഷം തുടർന്നുള്ള സംഭവവികാസങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നാം കാണുന്നില്ല എങ്കിലും പൗലോസിൻ്റെ എഴുത്തുകളിലും വാക്കുകളിലും കൂടി തുടർമാനമായി നമുക്ക് കാണാവുന്നതാണ്. ആ ഭാഗത്തേക്ക് നമുക്ക് വരാം. ഇനിയുള്ളത് പൗലോസിന് എത്രയും വേഗത്തിൽ മോചിതനാകണം. ആ സ്വാതന്ത്ര്യവും തൻ്റെ യാത്രകളും താൻ സന്ദർശിച്ചു വന്ന സകല സഭകളെയും ഒരിക്കൽ കൂടി സന്ദർശിക്കണം. കൂടാതെ സ്പെയിൻ തൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയൊരു അഭിലാഷമാണ്, അത് സാക്ഷാത്കരിക്കണം. ഈ വിഷയങ്ങളുമായിട്ട് പ്രാർത്ഥനയോടെ കാരാഗ്രഹത്തിലായിരിക്കുന്ന പൗലോസിൻ്റെ വിസ്താര ദിവസം അടുത്തു വരുന്നു. അതിങ്ങനെയാണ് വിശ്വസിക്കപ്പെടുന്നത്. പൗലോസിൻ്റെ 2 വർഷക്കാല തടവ് ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ വാദികൾ യെരുശലേമിൽ നിന്നും റോമിൽ എത്തിച്ചേർന്നു. താമസിയാതെ പൗലോസ് നീറോയുടെ കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. കൗൺസിലർ പദവിയിലുള്ള ന്യായാധിപന്മാരെ സിവിലായുള്ള അപ്പീൽ കേസുകൾ കേൾക്കുവാൻ ചക്രവർത്തി നിയോഗിക്കുക പതിവായിരുന്നു. എന്നാൽ ക്രിമിനൽ കുറ്റങ്ങൾ അന്തർഭവിച്ച അത്യന്തം ഗൗരവമായ കേസുകൾ ചക്രവർത്തി തന്നെയാണ് നേരിട്ട് കേട്ടുവന്നിരുന്നത്. ഇങ്ങനെ പാലറ്റൈൻ മലയിലുള്ള ചക്രവർത്തി മന്ദിരത്തിലായിരുന്നു കോടതി അന്നുണ്ടായിരുന്നത്. 2 കോൺസൽമാർ ഉൾപ്പെടെ 20 നിയമ ഉപദേഷ്ടാക്കന്മാരും മറ്റു ഉദ്യോഗസ്ഥന്മാരും ചക്രവർത്തിയെ സഹായിക്കുവാൻ ഉണ്ടായിരിക്കും. വിധിക്കുള്ള പരമാധികാരം ചക്രവർത്തിക്ക് മാത്രമുള്ളതായിരുന്നു. പൗലോസ് ശാന്തനും ദൃഢചിത്തനുമായി ഈ ലോകോത്തര കോടതിയിൽ നിൽക്കുകയാണ്. അവിടെ മതഭ്രാന്തിൻ്റെ വക്താക്കളായ വാദികളും സാക്ഷികളും എത്തിയിട്ടുണ്ട്. വാദികൾ ഒരു നിയമജ്ഞൻ്റെ സഹായം ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ പൗലോസ് പതുപോലെ താൻ തന്നെ തൻ്റെ വാദം നടത്തി. ഫലം വാദികൾക്ക് നിരാശാജനകമായിരുന്നു. ഫെസ്തോസിൻ്റെ റിപ്പോർട്ട്, ആ കത്ത് വളരെ സഹായമായി പൗലോസിന് ഭവിച്ചു. ഇങ്ങനെ പൗലോസിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് കാരാഗ്രഹത്തിൽ നിന്നും സ്വതന്ത്രനായ പൗലോസ് റോം വിടുകയാണ്. തൻ്റെ പദ്ധതി അനുസരിച്ച് സ്പെയിനിലേക്കാണ് താൻ പോകേണ്ടിയിരുന്നത്. എന്നാൽ ഫിലമോൻ 22-ാം വാക്യത്തിലും ഫിലിപ്പിയർ 2:24 നാം കാണുന്നത് പോലെ സ്പെയിൻ യാത്ര തൽക്കാലം പൗലോസ് മാറ്റിവെച്ചിട്ട് മക്കോദോന്യ വഴി ഏഷ്യ മൈനറിലേക്ക് യാത്ര ചെയ്തു. തുടർന്നുള്ള യാത്രയിലൂടെ പൗലോസ് ഫിലിപ്പിയിൽ വന്നു ചേർന്നുവെന്ന് കരുതിപ്പോരുന്നു. അവിടെ തൻ്റെ ആത്മീയ പിതാവിനെ സ്വീകരിക്കുവാൻ തിമോത്തിയോസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഫിലിപ്പിയർ 2:19 നാം കാണും പ്രകാരം. ഫിലിപ്പിയിൽ കുറേ ദിവസങ്ങൾ പൗലോസ് താമസിക്കുകയും തിമോത്തിയോസിനെ കൂട്ടി എഫെസോസിലേക്കും പിന്നീട് കൊലോസ്യ, ലവോദിക്ക മുതലായ സ്ഥലങ്ങളിലേക്കും പോയതായി കരുതുന്നു. മറ്റെല്ലായിടത്തും എന്ന പോലെ ഇവിടെയും പൗലോസിന് കടന്നുപോയ സ്ഥലത്തൊക്കെയും ഹൃദ്യമായ സ്വീകരണം ലഭിച്ചു. ഫിലമോനും ഒനസിമോസും വളരെ സന്തോഷവനായി പൗലോസിൻ്റെ കൂടെ തന്നെ നിന്നിരുന്നു. ഫിലമോനായിരുന്നു പൗലോസിൻ്റെ ആതിഥേയൻ. പിന്നീട് കർപ്പോസിൻ്റെ പക്കൽ പൗലോസ് വെച്ചിട്ട് പോകുന്ന ഒരു പുതപ്പിനെക്കുറിച്ച് 2 തിമോത്തി 4:13 കാണും പ്രകാരം അത് ഈ അവസരത്തിൽ പൗലോസിന് ഫിലമോൻ സമ്മാനിച്ചതായിരുന്നു എന്ന് കരുതിപ്പോരുന്നു. കാരണം കൊലോസിയിൽ കമ്പിളി ഉൽപ്പന്നങ്ങൾ സുലഭമായിരുന്നു. ലൈക്കസ് താഴ്വരയിലെ മറ്റ് സഭകൾ കൂടി സന്ദർശിച്ച ശേഷം പൗലോസ് തൻ്റെ ചിരകാല അഭിലാഷമായിരുന്ന സ്പെയിൻ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. എഫെസോസിൽ നിന്നും ഈ യാത്ര തിരിച്ച് പൗലോസ് 2-3 കപ്പലുകൾ മാറി കയറിയായിരിക്കാം സ്പെയിൻ്റെ ഏതെങ്കിലും ഒരു തുറമുഖത്ത് എത്തിച്ചേർന്നതെന്നും വിശ്വസിച്ചു പോരുന്നു.